ഓഗസ്റ്റ് മാസം 27-ാം തീയതി ക്രിസ്തു വർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവ മോശയോട്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ ഇപ്പോൾ കാണും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ വിട്ടയക്കും. ശക്തിയുള്ള കൈ കണ്ടിട്ട് അവൻ അവരെ തൻ്റെ ദേശത്ത് നിന്ന് ഓടിച്ച് കളയും എന്ന് അരുളി ചെയ്തു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തതെന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ അബ്രാഹാമിനും യിസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. എന്നാൽ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. അവർ പരദേശികളായി പാർത്ത കാനാൻ ദേശം അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ അവരോട് ഒരു നിയമം ചെയ്തിരിക്കുന്നു. ആ നിയമം എന്നുള്ള വാക്കിന് ഉടമ്പടി എന്നാണ് അർത്ഥം. അതിൻ്റെ 5-ാം വാക്യത്തിൽ മിസ്രയീമ്യർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ ഞരക്കം ഞാൻ കേട്ടു, എൻ്റെ നിയമം ഓർത്തുമിരിക്കുന്നു. ഉടമ്പടി ഓർത്തിരിക്കുകയാണ്. 6-ാം വാക്യത്തിൽ, അതുകൊണ്ട് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ യഹോവ ആകുന്നു. ഞാൻ നിങ്ങളെ മിസ്രയീമ്യരുടെ ഊഴിയവേലയിൽ നിന്ന് ഉദ്ധരിച്ച് അവരുടെ അടിമയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. നീട്ടിയിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷാവധി കൊണ്ടും നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എനിക്ക് ജനമാക്കി കൊള്ളുകയും ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. മിസ്രയീമ്യരുടെ ഒഴിയവേലയിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു എന്ന് നിങ്ങൾ അറിയും. ഞാൻ എബ്രാഹിമിനും യിസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് സത്യം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോയി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ഞാൻ യഹോവ ആകുന്നു. മോശ ഇങ്ങനെ തന്നെ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു. എന്നാൽ അവർ മനോവ്യസനം കൊണ്ട് കഠിനമായ അടിമവേല കൊണ്ടും മോശയുടെ വാക്ക് കേട്ടില്ല. നാം പഠിച്ചു വരുന്ന വിഷയം ദൈവം ചരിത്രത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? അതിനോട് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനെതിരായിട്ട് മനുഷ്യർ അതിന് എതിർപ്പ് കൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യർ ദൈവത്തിൻ്റെ പരമാധികാരത്തിനും തിരഞ്ഞെടുപ്പിനും എതിരായി പ്രവർത്തിക്കുന്ന, അതിന് എതിരായിട്ട് എതിർപ്പ് കാണിക്കുന്ന, ശത്രുത്വം കാണിക്കുന്ന ഒരു പ്രവണതയാണ് നാം കാണുന്നത്. ഇതിനോടുള്ള ബന്ധത്തിലാണ് പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കാനിടയായത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച വിഷയം ഇതാണല്ലോ. അതുകൊണ്ട് ഇത് കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അവിടത്തേക്ക് ഞങ്ങൾ സകല മാനവും മഹത്വവും ബഹുമാനവും നന്ദിയും കരയേറ്റുന്നു. കാരണം അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടാവാണ്. അവർ ചരിത്രത്തിൽ തന്നെ ഇതിനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പാപികളായ അടിയങ്ങൾക്ക് വീണ്ടെടുപ്പ് ഒരുക്കിയിരിക്കുന്നു. അത് ഇസ്രായേലിനെ തിരഞ്ഞെടുത്തതിലൂടെ ഒരു മശിഹായെ ഞങ്ങൾക്ക് നൽകുവാൻ അവിടുന്ന് പ്രസാദിച്ചു. യേശുക്രിസ്തു വന്ന് ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ. വായിക്കുന്ന വേദഭാഗം ദൈവവചനത്തിൽ ഞങ്ങൾ പഠിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും സത്യം മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും ഇടയാക്കണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിലായാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. ദൈവത്തിൻ്റെ പരമാധികാരത്തിനും തിരഞ്ഞെടുപ്പിനും എതിരായ ശത്രുത, അതാണ് നമ്മൾ വേദപുസ്തക ചരിത്രത്തിലും
നാം ഇന്ന് ജീവിക്കുന്ന ചരിത്രത്തിലും കാണുന്നത്. ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെയും തിരഞ്ഞെടുപ്പിൻ്റെയും ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശമാണ് നാം ഒരു ഉദാഹരണമായിട്ട് ദൈവം മിസ്രയീമ്യരുടെ ഇടയിൽ നിന്ന് തൻ്റെ ജനത്തെ എപ്രകാരം വിടുവിച്ചു. ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ ഇവിടെ എഴുതിയിരിക്കുന്നത് നീട്ടിയ ഭുജം കൊണ്ടും മഹാശിക്ഷാവിധി കൊണ്ടും നിങ്ങളെ വിടുവിക്കും. അതാണ് നമ്മൾ ഈജിപ്തിൽ കണ്ടത്. ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അതേപോലെ തന്നെ ഇനി നടക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം, ലോകമെമ്പാടും ഒരു ഒരുക്കം നമുക്ക് കാണാൻ കഴിയും. ഈ ദൈവത്തിൻ്റെ പരമാധികാരം തിരഞ്ഞെടുപ്പിൻ്റെയും ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ഈജിപ്തിലെ ഫറവോനും ഈജിപ്തിലെ ജനവും അവിടെ അടിമകളായി ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലും അവരെ വിടുവിക്കാൻ ദൈവം അയച്ച മോശയും ലോകം മുഴുവനും യഹോവ ആര്, കർത്താവ് ആര്, നമ്മുടെ സൃഷ്ടാവ് ആര് എന്ന് അറിയേണ്ടതിന് വേണ്ടിയാണ്. അതുമാത്രമല്ല, അവനെ അറിയുകയും അവനിലേക്ക് തിരിഞ്ഞ മറ്റുള്ള ദൈവങ്ങളെ വേണ്ട എന്ന് വെച്ച് ഈ സത്യദൈവത്തെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം ഈജിപ്തിൽ അതേപടി നടന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. അപ്രകാരം തന്നെ ഇനി നടക്കാൻ പോവുകയാണ്. ഈ 200-300 കോടികൾ ജനമുള്ള നമ്മുടെ ലോകത്തിൽ നിന്ന് എത്ര പേര് വിടുവിക്കപ്പെടും, എത്ര പേര് വീണ്ടെടുക്കപ്പെടും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. ഞാനും നിങ്ങളിൽ ഉൾപ്പെടുമോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം. അതായിരിക്കും നമ്മുടെ ആഗ്രഹം. ദൈവം, ഞാൻ ആ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലാണ്, എന്നെ വീണ്ടെടുത്തിട്ടുണ്ടോ, അത് വിശ്വാസം പോലെ എനിക്ക് ലഭിക്കുമോ എന്നുള്ളത് നാം തന്നെ തീരുമാനിക്കേണ്ട വിഷയമാണ്. ഒന്നാമതായിട്ട് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ഈ ഈജിപ്തിലെ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. രണ്ടാമത്, രാഷ്ട്ര നേതാക്കൾ ദൈവത്തെ അറിയുക. അന്നത്തെ ഇസ്രായേലിൽ, ഈജിപ്തിൽ അതിൻ്റെ ഫറവോനായിരുന്നു അധിപതി. അവനും ദൈവത്തെ അറിയണം. കാരണം നമുക്കറിയാം, മോശയെ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അയക്കുമ്പോൾ ഫറവോ പറയുന്നത്, യഹോവ ആര്, അവൻ എന്തുകൊണ്ട് ഞാൻ അനുസരിക്കണം, എനിക്ക് അവനെ അറിയത്തില്ല, ഞാൻ വിട്ടയക്കുകയുമില്ല. ആ സാഹചര്യത്തിലാണ് ദൈവം 9 ബാധകളയച്ച് ദൈവത്തിൻ്റെ ശക്തി അവിടെ പ്രകടനം നടത്തുക. അതിനെക്കുറിച്ചാണ് നമ്മൾ വായിച്ചത്. അവിടെ നിങ്ങളെ നീട്ടിയ ഭുജം കൊണ്ടും മഹാശിക്ഷാവധി കൊണ്ടും വീണ്ടെടുക്കും എന്ന്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഉദ്ദേശം. മൂന്നാമത്തെ ഉദ്ദേശം, ഓരോ രാഷ്ട്രത്തിലെ ജനം ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. ഓരോ രാഷ്ട്രത്തിലെയും ജനം. അത് ഈജിപ്തിൻ്റെ പുറപ്പാടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇന്നത്തെ രാഷ്ട്രങ്ങൾ, ഇന്ന് നമുക്കറിയാം ഐക്യരാഷ്ട്രസഭയിൽ ഏകദേശം 193 രാഷ്ട്രങ്ങളുണ്ട്. അതിലേകദേശം 56 രാഷ്ട്രങ്ങൾ അറബ് രാജ്യങ്ങളാണ്. മിക്കവാറും തന്നെ ഈ രാജ്യങ്ങളെല്ലാം രാഷ്ട്രങ്ങളായി തീർന്നതും 1900 അതിൻ്റെ ഈ 20-ാം നൂറ്റാണ്ടിലാണ് ഇതെല്ലാം രാഷ്ട്രമായി തീർന്നത്. നമുക്കറിയാം 16-ാം നൂറ്റാണ്ടിൽ 1517 മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിൽ ദൈവം വലിയൊരു നവീകരണം ക്രിസ്തീയ സഭയിൽ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ട് 16, 17, 18, 19 ഈ നൂറ്റാണ്ടുകളിൽ കോളനൈസേഷൻ നടക്കുകയാണ്. ദൈവം കോളനികളിലേക്ക് പറഞ്ഞയച്ചു. കോളനൈസ് ചെയ്യാൻ തക്കാണ് അവരെ പറഞ്ഞയച്ചു. എന്തിനു വേണ്ടിയാണ് അവർ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തക്കവണ്ണം. അതിനുശേഷം 20-ാം നൂറ്റാണ്ടിൽ മിക്കവാറും പല രാജ്യങ്ങൾക്കും, ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ, ഈ ഫ്രാൻസും സ്പെയിനും ഒക്കെ കോളനൈസ് ചെയ്ത രാജ്യങ്ങൾക്ക് ദൈവം സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അത് 20-ാം നൂറ്റാണ്ടിൽ നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ നടന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ രാഷ്ട്രങ്ങൾ, അതിൻ്റെ നേതാക്കളും അതിൻ്റെ ജനവും സാക്ഷാൽ ദൈവത്തെ അറിയണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതിന് വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം. നമ്മുടെ മനസ്സിന് ഒരു അന്തരം വരയണം.
ഇതുവരെ നാം ജീവിച്ചിരുന്ന അന്യദൈവങ്ങളെ വിട്ട് സാക്ഷാൽ ദൈവത്തിങ്കിലേക്ക് നാം തിരിയണം എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അതിന് നമ്മൾ ഉദാഹരണമായിട്ട് പിടിച്ചത് മിസ്രൈം ദേശമാണ്. ബൈബിളിൽ പുറപ്പാട് പുസ്തകമാണ് അതിൽ ആധാരമായിരിക്കുന്ന വേദഭാഗം. അതിൽ ഞാൻ യഹോവയെന്ന് മിസ്രൈമ്യർ അറിയും. നമ്മൾ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവൻ ആർ? ഒരു ചോദ്യമാണത്. മോശെ പറയുകയാണ്, യഹോവ എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്, അവൻ്റെ പേര് ഞാനാകുന്നു എന്നാണ്. എനിക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷ എന്നെ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ്. അവൻ പറയുന്ന കാര്യമാണത്. നിങ്ങളെ വീണ്ടെടുക്കാൻ യഹോവ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുമില്ല എന്ന് പറഞ്ഞു. എന്നാൽ 7-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ ഇതിനോട് പറയുന്നത്, അങ്ങനെ ഞാൻ എൻ്റെ കൈ മിസ്രൈന്മേൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രൈമ്യർ അറിയും. ഫറവോൻ അറിയും, മിസ്രൈമ്യർ അറിയും. അത് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമാണ് അത്. അതുകൊണ്ട് നമ്മളീ കാണുന്ന ഈ കോലാഹലങ്ങളും ഈ ശത്രുതയും ദൈവത്തിനെതിരും ദൈവത്തിൻ്റെ പദ്ധതികൾക്കും തിരഞ്ഞെടുപ്പുകൾക്കെതിരായി ഈ ലോകമെമ്പാടും കാണുന്ന ഇതുകൊണ്ടെല്ലാം ദൈവം ഉദ്ദേശിക്കുന്നത് നാം ദൈവത്തിലേക്ക് തിരിയണം, ദൈവത്തെ അറിയണം എന്നുള്ളതാണ്. ഇത് യാദൃശ്ചികമായിട്ട് നടക്കുന്നൊരു കാര്യമല്ല. അതുപോലെ തന്നെ ഞാൻ യഹോവയെന്ന് ഇസ്രായേൽ അറിയണം, ഇസ്രായേലും അറിയണം, വീണ്ടെടുത്ത ജനം. കാരണം അവർ പിൽക്കാലങ്ങളിൽ യഹോവയെ മറന്നുപോയി, അവർ അന്യദൈവങ്ങളിലേക്ക് പോയി, വിഗ്രഹാരാധനയിലേക്ക് പോയി. അവർ കഠിനമായ ശിക്ഷ അവർക്ക് ലഭിച്ചു. അവസാനം 722 BC-യിലും 586 BC-യിലും വടക്കും കിഴക്കും രാജ്യങ്ങളെ ദൈവം അവരെ പ്രവാസത്തിലേക്ക് അയക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ച കാര്യങ്ങളാണത്. ഇതൊന്നും നമ്മൾ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളെ യഥാർത്ഥ സത്യസത്യമായ ചരിത്ര വസ്തുതയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലും 16-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിലും നമുക്കറിയാം, യഹോവ ഇസ്രായേലിൽ പറയാണ്, ഞാനാണ് യഹോവ, ഞാനാണ് സാക്ഷാൽ ദൈവം, ഞാനാണ് എബ്രാഹിമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പ്രത്യക്ഷനായി. അവരോട് ഞാൻ വാഗ്ദാനം ചെയ്തു, അവർക്ക് ഉടമ്പടി ചെയ്തു, അവർക്ക് ദേശം വാഗ്ദാനം ചെയ്തു, ഞാനത് നടപ്പാക്കാൻ പോവുകയാണ്. അതിൻ്റെ പൂർത്തീകരണം ദൈവം അനുവദിച്ചാൽ അടുത്ത് തന്നെ നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരുക്കങ്ങളാണ് നമ്മൾ ഇസ്രായേലിൽ നിന്ന് കാണുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും നമ്മൾ വളരെ ലാഘവബോധത്തോടെ തള്ളിക്കളയേണ്ട വിഷയമല്ല. ഇത് വളരെ ഗൗരവമായിട്ടെടുത്ത് നാം ഇതിനെക്കുറിച്ച് മനനം ചെയ്ത് ആലോചിച്ച് ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കി ശാശ്വതമായ രക്ഷയും ശാശ്വതമായ നിത്യമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ജീവിക്കാൻ തക്കണം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 14 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചാലും, സർവ്വഭൂമിയിലും എന്നെപ്പോലെ മറ്റൊരുത്തിനുമില്ല. യഹോവ സംസാരിക്കുകയാണ് അവിടെ. സാക്ഷാൽ ഇസ്രായേലിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവമാണ് സാക്ഷാൽ ദൈവം, നമ്മുടെ സൃഷ്ടാവായ ദൈവം. സർവ്വഭൂമിയിൽ എന്നെപ്പോലെ മറ്റൊരുത്തിനില്ല എന്ന് നീ അറിയേണ്ടതിനും ഈ പ്രാവശ്യം ഞാൻ എൻ്റെ ബാധകളൊക്കെയും നിൻ്റെ മേലും നിൻ്റെ ഭൃത്യന്മാരുടെ മേലും നിൻ്റെ ജനത്തിന്മേലും അയക്കും. ഇവിടെ പറയുന്നത് ഫറവോനോടാണത്. മോശെ മുഖാന്തരം ഫറവോനോട് പറയുകയാണ്, ഫറവോൻ നീ അറിയും, നിൻ്റെ ജനം അറിയും, നിൻ്റെ ഭൃത്യന്മാരറിയും. അത് വളരെ ശക്തമായ ഒരു പ്രഖ്യാപനമാണ്. 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ അത് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് 8-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, നാളെ എന്ന് അവൻ പറഞ്ഞു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ പോലെ. 10-ാം വാക്യം അത് 9-ാം വാക്യത്തിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ പരിഭാഷയിൽ അത് അപ്രകാരമാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്.
10-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഞങ്ങളുടെ ദൈവമായ യഹോവയെപ്പോലെ ആരുമില്ല എന്ന് നീ അറിയേണ്ടതിന് നിൻ്റെ വാക്കുപോലെ ആകട്ടെ. ഇവിടെ പറയുന്ന വിഷയം ഫറവോനോടാണ്. ഫറവോനോട് മോശെ മുഖാന്തരം ദൈവം അരുളി ചെയ്യുകയാണ്, യഹോവയെപ്പോലെ വേറെ മറ്റാരുമില്ല. ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവായ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. പഴയ നിയമത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ അതാണ്. വേറൊരു ദൈവമില്ല, എന്നെപ്പോലെ വേറെ ആരുമില്ല എന്നുള്ളത്. ആ ദൈവത്തിങ്കിലേക്ക് നാം തിരിയണമെന്നുള്ളത് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ സർവ മിസ്രയീമും ഫറവോനും അവിടുത്തെ ജനവും മോശയും ഇസ്രായേലും യഹോവ ദൈവമെന്ന് അന്ന് അറിഞ്ഞു. എന്നാൽ പിൽക്കാലങ്ങളിൽ അവർ തെറ്റിപ്പോയി എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ഇന്നത്തെ ലോകത്തിലെ അശാന്തതയ്ക്കും ഇസ്രായേലിനെതിരായുള്ള എതിർപ്പിൻ്റെ കാരണവും പരിശോധിക്കുമ്പോൾ സങ്കീർത്തനം 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ അത് ശ്രദ്ധേയമായൊരു ആണ്. ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ 16-ാം അധ്യായത്തിൽ സങ്കീർത്തനം 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം എവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് ഈ ശത്രുതയും എന്തുകൊണ്ട് അവരപ്രകാരം ചെയ്യുന്നു? ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഒരു ചെറിയ രാഷ്ട്രം, ഏകദേശം 10 ലക്ഷത്തോളം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞു രാജ്യം, ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളുടെ വിസ്തീർണം നോക്കിയാൽ അതിൻ്റെ 1% കണ്ടുമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം. പണ്ട് നമുക്കറിയാം, ശലോമോൻ രാജാവിൻ്റെ സമയത്ത് ഒരു സത്യം വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ഒരു കാര്യം ശലോമോൻ പറയുന്നത് നമ്മൾ സൺഡേ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് വലിയ ധനാഢ്യനായിരുന്നു, ഒരുപാട് മാടുകൾ ഉണ്ടായിരുന്നു. ആ മനുഷ്യന് ഒരു അതിഥി വന്നു. അതിഥി വന്നപ്പോൾ തൻ്റെ അയലത്തുള്ള ഒരു പാവം ഇസ്രായേൽ അവന് ഒരു ആട് മാത്രമേ ഉണ്ടായിരുന്നു. അത് അവനെ ഓമനെ പോലെ വളർത്താൻ, സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി അതിനെ പരിപാലിക്കുന്ന ഒരു ആട് മാത്രമുണ്ടായിരുന്നു. ഈ ധനവാനായ മനുഷ്യൻ എന്ത് ചെയ്തു? തൻ്റെ അതിഥി വന്നപ്പോൾ വൃത്തിമാരയച്ച് ആ ആടിനെ പിടിച്ചുകൊണ്ട് വന്നു അതിനെ കശാപ്പ് ചെയ്ത് ഭക്ഷണം ഒരുക്കി കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള പാഠങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കാം. അതിനോട് തുല്യമായൊരു കാര്യമാണ് ഉള്ള സകല അറബി രാജ്യങ്ങളുടെയും വിസ്തീർണത്തിൻ്റെ 1% ഇസ്രായേൽ. എന്തുകൊണ്ടാണ് അവർക്ക് ഇത്ര ആവശ്യം? ദൈവത്തോടുള്ള ശത്രുത, ദൈവത്തിൻ്റെ പരമാധികാരത്തിനെതിരായിട്ടുള്ള ശത്രുത, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിന് എതിരായിട്ടുള്ള ശത്രുത. അതിനെ സംബന്ധിച്ച് നമ്മൾ അല്പമായിട്ട് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പഠിച്ചതാണ്. എന്തുകൊണ്ട് ഇസ്മായിലിനെ പുറത്താക്കി, ഏശാവിനെ പുറത്താക്കി, ഇതെല്ലാം നമ്മൾ വേദത്തിൽ പഠിക്കേണ്ട വിഷയമാണ്. ആ ശത്രുതയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനുള്ള ഏക മാർഗം സർവ്വലോകവും ഈ ദൈവത്തെ അറിഞ്ഞ് ഈ ദൈവത്തിലേക്ക് തിരിഞ്ഞ് അപ്പോൾ സമാധാനം ഈ ലോകത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. അപ്പം അങ്ങനെ സങ്കീർത്തനം 16-ന്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ ശത്രുതയുടെ കാരണം അവർക്ക് വരുന്ന പ്രയാസങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അന്യദേവന്മാരെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. എഴുതിയിരിക്കുകയാണ് വേദപുസ്തകത്തിൽ. ദൈവങ്ങളെ ദേവന്മാരെ എന്നാണ് ഇവിടെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അത് കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. ഇന്ന് ഇസ്രായേലും അറബ് രാജ്യങ്ങളും രണ്ടുപേരും അത് മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇസ്രായേലിലേക്ക് ഇന്ന് കടന്നു ചെന്നാൽ ആ ജനം ഒരു നല്ല ശതമാനം സോഷ്യലിസ്റ്റുകളാണ്, കമ്മ്യൂണിസ്റ്റുകളാണ്. കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന് യാതൊരു സ്ഥാനവുമില്ല. മെറ്റീരിയലിസ്റ്റിക് സിദ്ധാന്തമാണത്. അവിടെ ദൈവമില്ല, ദൈവം സൃഷ്ടാവല്ല. അങ്ങനെയുള്ള ഇതാണ് ഇസ്രായേലിൽ കാണുന്നത്. നമുക്കറിയാം, അറബികളെ സംബന്ധിച്ചുള്ള അള്ളാ എന്ന് പറയുന്ന ഒരു പേരെടുക്കരുതെന്ന്, നാവിലെടുക്കരുതെന്നാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഞാൻ പറയുകയാണ്,
ഇവരെല്ലാം അന്യദൈവങ്ങളുടെ പിന്നാലെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ വേദനകൾ വർദ്ധിക്കും. ഇന്ന് അറബികൾക്കും ഇന്ന് വേദനയാണ്, ഇസ്രായേലിനൊന്ന് വേദനയാണ്. ഇത് മാറണമെങ്കിൽ സാക്ഷാൽ ദൈവത്തിലേക്ക് രണ്ടുപേരും തിരിഞ്ഞേ പറ്റൂ. അതിനോട് ബന്ധത്തിൽ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരായി തീർന്നിരിക്കുക. വളരെ ശോചനീയമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് നാം എടുത്ത് വ്യക്തിപരമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച്, വേദപുസ്തകത്തിൽ നിന്ന് പഠിച്ച്, വേദപുസ്തകം വായിച്ച് നല്ല തീരുമാനങ്ങളിലേക്ക് നമ്മൾ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അന്യദൈവങ്ങളെ കൈക്കൊള്ളുന്നവരുടെ വേദന വർദ്ധിക്കും. സാക്ഷാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ സമാധാനം വരും, യുദ്ധം അവസാനിക്കും, മിത്രത വരും. നമുക്കറിയാം, പീസ് അക്കോർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സാക്ഷാൽ സമാധാനം വരാൻ പോകുന്നത് നമ്മുടെ അപ്പനൊരാളാകുമ്പോൾ, നമ്മുടെ ദൈവമായ പിതാവായ ദൈവം ഒരുവനായിരിക്കുമ്പോൾ, അവൻ്റെ പ്രമാണങ്ങളും അവൻ്റെ തത്വശാസ്ത്രവും നമ്മൾ അംഗീകരിച്ച് വിശ്വസിച്ച് അങ്ങനെ ഒരുമിച്ച് പോകുമ്പോഴാണ് വാസ്തവമായ സമാധാനം ഉണ്ടാകുന്നത്. അല്ലാതെ മനുഷ്യൻ തമ്മിൽ സൗകര്യാർത്ഥം ചെയ്യുന്ന ഉടമ്പടികളിൽ നിന്ന് സമാധാനമല്ല, അതിൽ നിന്ന് നാശമാണ് ദൈവം നൽകാം. അതുമാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ദൈവത്തിന് ക്രോധവും വെളിപ്പെടും. എന്നാൽ മിസ്രൈമിൽ നമുക്ക് വായിക്കുമ്പോൾ അത് ഫലവത്തായില്ല. ഫറവോനും ഫറവോൻ്റെ ജനവും ഫറവോൻ്റെ വിദ്വാൻമാരും ഒക്കെ യഹോവയെ ദൈവമായിട്ട് അംഗീകരിച്ചില്ല. അവരവസാനം നാശത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഫറവോൻ ഹൃദയം കഠിനമാക്കി, ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കി. ഇന്ന് നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. തോൽവിയുടെ വക്കിലെത്തിയിട്ട് പോലും അവർ തോൽവി സമ്മതിക്കാൻ തയ്യാറല്ല. ഹൃദയം കഠിനമായിരിക്കുകയാണ്. കഠിന ഹൃദയത്തെ ഫറവോൻ കഠിനമാക്കി, ദൈവം അവൻ്റെ ഹൃദയം കഠിനമാക്കി. അതാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് വരെ മിസ്രൈം ഫറവോൻ്റെ പ്രതാപകാലത്തിന് ശേഷം, പുറപ്പാടിന് ശേഷം, എക്സഡസ് ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തതിന് ശേഷം ആ രാജ്യം ഇന്നുവരെ ഈജിപ്റ്റ് ആ പ്രതാപത്തിലേക്ക് വന്നിട്ടില്ല. അത് ഏകദേശം 1000 വർഷം ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ സാമ്രാജ്യമായിരുന്നു ഫറവോൻ്റെ സാമ്രാജ്യം. ഒരുപാട് ഫറവോന്മാർ വന്നുപോയി. ഒരു ശക്തമായ രാജ്യമായിരുന്നു. എന്നാൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഇടപെട്ട് അന്ന് മുതൽ ഇന്ന് വരെ ഈജിപ്തിൻ്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ അവർ പഴയ പ്രതാപത്തിലേക്ക് കടന്നു പോയിട്ടില്ല, പോകാനും പോകുന്നില്ല. ബൈബിൾ പ്രവചനങ്ങൾ അനുസരിച്ച് ഈജിപ്തിൽ നടന്ന ന്യായവിധി പോലെ ലോകം ദൈവത്തിൻ്റെ ക്രോധത്തിൽപ്പെടും. അന്ന് ദൈവം ചരിത്രത്തിൽ നമുക്ക് കാണിച്ചത് മിസ്രൈമിലാണ്, ഫറവോൻ്റെ സാമ്രാജ്യത്തിലാണ്. എന്നാൽ ഇനി ദൈവം ചെയ്യാൻ പോകുന്നത് സർവ്വലോകത്തിലുമാണ്. സർവ്വലോകം, ദ ഹോൾ വേൾഡ്. വരാനുള്ള ക്രോധകാലം മഹോപദ്രവകാലം എന്ന് വേദപുസ്തകത്തിൽ നിന്ന് പറയുന്നു. അതാണ് മഹോപദ്രവകാലം. അത് 7 വർഷമായിരിക്കും. അത് 3.5 വർഷത്തിൻ്റെ ആദ്യ പകുതിയും 3.5 വർഷത്തിൻ്റെ രണ്ടാം പകുതിയും ആയിരിക്കും. ഈ 7 വർഷക്കാലം അത് ഉപദ്രവവും മഹോപദ്രവവും ആയിരിക്കും എന്ന് വേദപുസ്തകം പറയുകയാണ്. വെളിപാട് പുസ്തകത്തിലെ ദൈവക്രോധം ഇസ്രായേൽ സംഭവിച്ച 7 ബാധകളുമായി സമാനതകളുണ്ട്. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ ദൈവം അവിടെ ചെയ്ത 9 ബാധകൾ അത് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ വരാൻ പോകുന്ന ദൈവക്രോധം, അതിൻ്റെ വെളിപ്പാടുകൾ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ലഭിക്കാം. അതിൻ്റെ 5-ാം അധ്യായം തൊട്ട് 19-ാം അധ്യായം വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ സംഭവിച്ച 7 ബാധകളുമായി സമാനതകൾ നമുക്ക് കാണാം. ഈജിപ്തിൽ ചെയ്ത അതിനോട് സമാനമായ കാര്യങ്ങളാണ് ഇനിയും ചെയ്യാൻ പോകുന്നു. മഹോപദ്രവ കാലത്ത് 3 തരം ദൈവക്രോധം വെളിപ്പെടും. ഞാൻ വെളിപാട് പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. 1 7 മുദ്ര, 7 കാഹളം, 7 കലശം. അപ്പോൾ സീൽ ജഡ്ജ്മെൻറ്റ്, ട്രംപറ്റ് ജഡ്ജ്മെൻറ്റ്, ബൗൾ ജഡ്ജ്മെൻറ്റ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. മുദ്ര പൊട്ടിക്കുമ്പോൾ, സീല് പൊട്ടിക്കുമ്പോൾ 7 സീലുകളുടെ
അത് വലിയ മഹോപദ്രവം തന്നെയാണ്. വലിയ ഈജിപ്തിൽ ചെയ്ത പോലെ വലിയ ഉപദ്രവം, ദൈവത്തിൻ്റെ ശക്തി പ്രകടനം ഉണ്ടാകാൻ പോവുകയാണ്. ഭയാനകമായ നാളുകൾ ലോകത്തെ കാത്തിരിക്കുന്നു. മഹോപദ്രവകാലം ആരംഭിക്കുന്നതിനുള്ള കളമൊരുക്കുകയാണ് ലോകമെമ്പാടും നാം കാണുന്നത്. അതിനുള്ളിൽ കളമൊരുക്കുകയാണ്. ഇന്ന് ദൈവത്തോടും ദൈവത്തിൻ്റെ പരമാധികാരത്തോടും ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത രാഷ്ട്രത്തോടും അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ക്രിസ്തുവിനോടും ഉള്ള ശക്തമായ എതിർപ്പിന് ദൈവം പകരം ചോദിക്കാൻ പോവുകയാണ്. അതിന് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ക്രൈസ്തവ നാമധേയങ്ങൾ അറിഞ്ഞിരുന്ന രാഷ്ട്രങ്ങൾ പോലും, ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ കാനഡ, ഓസ്ട്രേലിയ, ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ അവരന്യദൈവങ്ങൾക്ക് കൈക്കൊണ്ട് അവർ മഹോപദ്രവത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇത് എൻ്റെ അഭിപ്രായമല്ല, വേദപുസ്തകത്തിലെ അഭിപ്രായമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാനുള്ളത്. വരാനുള്ള ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏകമാർഗം സാക്ഷാൽ ദൈവത്തെങ്കിലേക്കുള്ള മനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവുമാണ്. എന്നാൽ ലോകത്തിൻ്റെ ദൈവം, അസൽ പിശാച്, സാത്താൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. ഇത് വിൻസെൻ്റ് തോമസിൻ്റെ പ്രഖ്യാപനമല്ല. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലെ 4-ാം വാക്യമാണ് ഞാൻ നിങ്ങളെ അതിൻ്റെ സാരമാണ് നിങ്ങളെ പറഞ്ഞത്. ഞാൻ നിങ്ങൾ വായിച്ചു കേൾപ്പിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇപ്രകാരമാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്: ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കാഴ്ച ഉള്ളവരാണോ, വെളിച്ചമുള്ളവരാണോ? അത് ആ വെളിച്ചം യേശുക്രിസ്തുവാണ്, അവൻ്റെ വചനമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ 1 യോഹന്നാൻ്റെ ലേഖനം, അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഈ ലോകത്തിൽ എന്തുകൊണ്ട് ഈ അവിശ്വാസികൾ, ദൈവത്തിലേക്ക് തിരിയാത്തവർ, യേശുവിൽ വിശ്വസിക്കാത്തവർ, ദൈവത്തിൻ്റെ പരമാധികാരത്തിനും തിരഞ്ഞെടുപ്പിനും ഇസ്രായേലിനും എതിരായിട്ട് അവരെന്തുകൊണ്ട് ശത്രുത പുലർത്തുന്നു, തുടരുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് സംഭവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ദൈവത്തിൻ്റെ ശത്രു, ഈ ലോകത്തിൻ്റെ പ്രഭു, അവൻ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം: സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിലിരിക്കുന്നു. പക, ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ട് അവൻ്റെ കണ്ണ് കുരുടാക്കുകയാൽ എവിടേക്ക് പോകുന്നു എന്ന് അവൻ അറിയുന്നില്ല. അതുകൊണ്ട് കണ്ണ് തുറന്ന് നമ്മൾ എവിടേക്ക് പോകുന്നു? നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? നിത്യനരകത്തിലേക്കാണോ? ഈ ലോകത്തിൻ്റെ ആ മഹോപദ്രവകാലത്തിലേക്കാണോ? അല്ലെങ്കിൽ ദൈവകൃപയാൽ ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപക്ഷമ ലഭിച്ച് നിത്യമായി ദൈവത്തോട് വസിക്കാനുള്ള ഒരുക്കമാണോ? നിങ്ങളും ഞാനും തിരഞ്ഞെടുക്കേണ്ട ഒരു വിഷയമാണ്. ദൈവത്തോടും ദൈവത്തിൻ്റെ പരമാധികാരത്തിനും തിരഞ്ഞെടുപ്പിനുമെതിരായ പക, അവിശ്വാസം. അത് വളരെ ഭയാനകമായ, അത് നമ്മൾ കണ്ണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മുൻപേ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണാതെ പോയാൽ, ഇതിനെ കണ്ണടച്ചാൽ നാം തീർച്ചയായിട്ടും സാത്താൻ നമ്മുടെ കണ്ണ് കുരുടാക്കിയിരിക്കുകയാണ്. മഹോപദ്രവത്തിൽ കടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മനസ്സിൻ്റെ കുരുട് മാറണം, പക കൊണ്ടുള്ള ഇരുട്ട് മാറണം. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരോടും കരുണ കാണിക്കട്ടെ. അവിശ്വാസം വിട്ട് വിശ്വാസിയാകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പരമാധികാരത്തിനായിട്ട് ഞങ്ങൾ
നന്ദി പറയുന്നു. അതിനെ ഞങ്ങൾ തലവണങ്ങി കീഴ്പ്പെടുകയാണ്. നിന്റെ തിരഞ്ഞെടുപ്പിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു. നിന്നോടുള്ള എതിർപ്പ് മാറ്റി മിത്രതയിലേക്ക് വരുവാൻ തക്കവണ്ണം പുത്രനെ നൽകിയതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തു മുഖാന്തരം ദൈവമായിട്ട് സമാധാനം ഉണ്ടാക്കുവാൻ തക്കവണ്ണം നിത്യമായ പരിഹാരം, ഞങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഞങ്ങൾക്ക് അവിടെ ദാനമായി നൽകിയിരിക്കാൻ നന്ദി പറയുന്നു. അതിൽ തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹത്തോടെ പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.